ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, Q&A. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അതിനൊന്ന് ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ്, അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ രണ്ടാളിനെ ഇപ്പോൾ ഉറക്കിയിട്ട് ഞാൻ ഒന്ന് ഉറക്കി സെറ്റായിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ അപ്പോൾ വന്ന് മേലിൽ മടിയിലിരിക്കണം, രണ്ടുപേരും പിന്നെ അടിയാവും. അതുകൊണ്ട് അവരെ ഉറക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ഉറക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എന്തായാലും പോവാം. ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. വന്ന ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് കേട്ടോ. ഇന്ദു ചേച്ചിയാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ചത് ആ ചേച്ചിയാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ ചോദ്യത്തിന് ഫസ്റ്റ് ഞാൻ ഉത്തരം കൊടുക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ലൈവിലൊക്കെ വരുമ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരെന്താന്നൊക്കെ. കാരണം എൻ്റെ പേരല്ല ചാനലിന് കിച്ചു നിച്ചു വ്ളോഗ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ കിച്ചു നിച്ചു കുട്ടികളാണ്. കിച്ചു തുമ്പീനെ ഫസ്റ്റ് നിച്ചു എന്നാണ് വിളിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നിച്ചു ഒന്നും വിളിച്ചില്ല, പിന്നെ തുമ്പീന്ന് വിളിച്ചിട്ടുണ്ട് കിച്ചു. അപ്പോൾ എല്ലാവരും പിന്നെ തുമ്പിയിൽ തന്നെ കയറി കൂടി. പിന്നെ നിച്ചു അങ്ങോട്ട് മറന്നു. എന്നാൽ പിന്നെ ചാനലിലെ പേര് കടന്നോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അത് മാറ്റാത്തത്. അപ്പോൾ എൻ്റെ പേര് സൂര്യ എന്നാണ്. സൂര്യ. എൻ്റെ ഏട്ടൻ്റെ പേര്, ഹസ്ബൻഡിൻ്റെ പേര് സന്ദീപ്. പിന്നെ കിച്ചുവിൻ്റെ പേര് ധ്രുവ്. തുമ്പിക്കുട്ടിയുടെ പേര് ദക്ഷ. അങ്ങനെയാണ് ഞങ്ങളുടെ പേരിൻ്റെ കിടപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇന്ദു ചേച്ചി ചോദിച്ച ചോദ്യത്തിലേക്ക് കിടക്കാം. ഹസ്സിൻ്റെ ജോലി, അതേപോലെ തന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹസ്സിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ടൈൽസിൻ്റെ വർക്കാണ് കേട്ടോ. നാട്ടിൽ തന്നെയാണ്, പുറത്തൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ്. ഡെയിലി പോവും, ഡെയിലി വരും. അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വർക്കാണ് ഏട്ടന്. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് +2 ആണ് കേട്ടോ. ഞാൻ ഡിഗ്രി ഒന്നും പോയിട്ടില്ല, +2 ആണ്. വണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ +2 വരെ പോയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പോകാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എന്താ ഡിഗ്രിക്ക് പോകാനെന്ന് ആരും ചോദിക്കല്ലേ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. +2 തന്നെ പറയുമ്പോൾ ഇപ്പോൾ ചിരി വരുള്ളൂ കേട്ടോ. പക്ഷെ അന്ന് +2 ഭയങ്കര ബോറായിരുന്നു കേട്ടോ. അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം കഴിഞ്ഞപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ഡിഗ്രിക്ക് പോവില്ല. വീട്ടിൽ പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോകണില്ല കേട്ടോ, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, അലോട്ട്മെൻറ്റ് വന്നതിലൊക്കെ എനിക്ക് ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റിലത്തെ തന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടി. അറിയുണ്ടാവും, എനിക്ക് ചിലപ്പോൾ വടക്കാഞ്ചേരി വ്യാസ എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു, ഇനി ഞാൻ പോവില്ല, എൻ്റെ ഫ്രണ്ട്സൊന്നും ഇല്ല, അപ്പം ഞാൻ പോവില്ല എന്ന് പിന്നെ ഞാൻ കടുപ്പിച്ച തീരുമാനത്തിലായി. അപ്പോൾ ഞാൻ പിന്നെ അലോട്ട്മെൻറ്റ് വരണമെന്ന് നോക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് എന്തോ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നോക്കി. ലാസ്റ്റത്തെ 2 അലോട്ട്മെൻറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വ്യാസയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ കേരള വർമ്മ കോളേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ഹിസ്റ്ററി തന്നെ വേണം. ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ +2, +1 +2. എനിക്ക് ഹിസ്റ്ററിനോട് ഭയങ്കര ഒരു കണക്ഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് അല്ലേ എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താകൊണ്ടാണ് കേട്ടോ ഞാൻ പോകാതിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഡിഗ്രി അങ്ങനെ പോയില്ല. ഞാൻ എന്നിട്ട് +2 കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനാണ് കേട്ടോ പോയത്. അതൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം കേട്ടോ. +2 വരെ പോയതല്ലേ, എനിക്കതൊക്കെ അറിയാം, ആരും അത് വിചാരിക്കല്ലേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ.
അശ്വതി സുധീഷ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ഈ അശ്വതി സുധീഷ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്കറിയാത്ത ആളൊന്നല്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അവളാണ് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുടെ നെയിം ആൻഡ് പ്ലേസ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ ഇഷ്ടം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ എന്താ പറയുക, അല്ലാതെ ഒന്നും എനിക്ക് കൂടുതൽ സമയം പിന്നെ ഞാൻ കൂടുതൽ സമയം അവരുടെ കൂടെ തന്നെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഏട്ടൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കാവുന്നില്ല, കാരണം ഏട്ടൻ രാവിലെ വർക്കിന് പോയാൽ വൈകുന്നേരത്ത് വരും. പിന്നെ ഏട്ടൻ വൈകുന്നേരത്ത് കുറച്ച് നേരം പുറത്തു കൂടെ ഒക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയി വരും. അപ്പത്തിന് നേരം വൈകും. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ലീവുള്ള ദിവസമാണെങ്കിലും ഏട്ടൻ കുറേ നേരം കൂടുതൽ സമയം പുറത്ത് തന്നെ ഇരിക്കും. കുറച്ച് നേരമൊക്കെ തന്നെ വീട്ടിലിരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇരിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കുട്ടികളോടൊപ്പം ഏട്ടൻ്റെ ഒപ്പം ഇരിക്കാൻ തന്നെ ഇഷ്ടം കേട്ടോ. എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെ, അത് പറഞ്ഞാൽ മതിയില്ലേ, എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ തന്നെ എനിക്കിഷ്ടം. അല്ലാതെ ഇപ്പോൾ വേറെ ആരുടെ കൂടെ ഇഷ്ടമല്ലാന്നല്ല കേട്ടോ, ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ കൂടുതൽ സമയം ഞാൻ ഇവരുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൂടുതൽ സമയം എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ തന്നെ ഇഷ്ടം. പിന്നെ ഇഷ്ടപ്പെട്ട പിന്നെന്താണ് നെയിം എൻ്റെ പ്ലേസ് എന്ന് പറയാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട പ്ലേസ് ഒന്നും ഇല്ല. എനിക്ക് ഞങ്ങളുടെ ഈ വീട് തന്നെ ഇതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസും എല്ലാം. ഇപ്പോൾ ഞങ്ങളുടെ ലോകം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ, അപ്പോൾ ഇതന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ വീടും അത് മാത്രം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് ആയിട്ട് ഇഷ്ടമുള്ളൂ. ഞങ്ങൾ പുറത്തു കൂടെ ഒക്കെ പോവും, പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് പേര് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ, അപ്പം നമ്മുടെ വീട് തന്നെ എനിക്കിഷ്ടം കേട്ടോ. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ തനിയ എന്നാണോ താനിയ എന്നാണോ എന്ന് എനിക്കറിയില്ല. തനിയ തസ്നിയ, ഞാനങ്ങനെ വായിക്കുന്നു മാത്രം. ആ കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ലൈവിലൊക്കെ എപ്പോഴും വന്നിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങളിലൂടെ ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. ആ കുട്ടി ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും പറയുമെന്നാണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം സങ്കടം എന്ന് പറയുമ്പോൾ സന്തോഷം ഞാൻ പറയാം. സന്തോഷം എന്ന് പറയുമ്പോൾ എൻ്റെ കിച്ചു ഫസ്റ്റ് ജനിച്ച സമയമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസം, എൻ്റെ കിച്ചു ജനിച്ച ദിവസം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഒരു ദിവസം തന്നെയാണ്. ഈശ്വര പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിട്ടാണ് ഒരു പ്രഗ്നൻസി ഉണ്ടായത്. അപ്പോൾ കിച്ചുവിനെ ആദ്യത്തെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ അവൻ ജനിച്ച ടൈം ഞങ്ങൾ അത്രയും കാത്തിരുന്നിട്ട് 10 മാസം എന്നൊക്കെ ആകുമ്പോൾ വലിയൊരു നീണ്ടൊരു കാലാവധിയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ കാത്തിരുന്നിട്ട് കിട്ടിയതാണ് ഞങ്ങളുടെ കിച്ചുവിനെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ആദ്യത്തെ ഒരു സംഭവം, ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. അത് കഴിഞ്ഞിട്ടാണല്ലോ തുമ്പി ഉണ്ടായത്. അതാണ് ഞാൻ ആദ്യത്തേന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ദിവസം എന്ന് പറയുമ്പോൾ. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നോട് എൻ്റെ ഡെലിവറി സ്റ്റോറി വെച്ച് ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് പറയും, എനിക്ക് അത്ര ഓർമ്മയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഈ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ Q&A ഒന്നും പോരാ, ഒരു സ്റ്റോറി ആയിട്ട് തന്നെ പറയണം, അത്രയും ഉണ്ട്. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് നിർത്തില്ല കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ അവിടെ വെച്ച് ചുരുക്കുകയാണ്. കിച്ചു ഉണ്ടായ ദിവസമാണ് എനിക്കും ഏട്ടനും, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു സങ്കടം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കേട്ടോ സങ്കടം. എനിക്കൊരു സങ്കടം, ഏട്ടനൊരു സങ്കടം, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൊരു വീടില്ല, അതാണ് ഞങ്ങളുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് കേട്ടോ. വീടില്ല, ഞങ്ങളുടെ വാടക വീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ സന്തോഷങ്ങളിലൊരു വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കും. അതെന്തായാലും ആയിട്ടില്ല, അതൊരു ഭയങ്കര സങ്കടമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഞാനോ അതുപോലെ തന്നെ ഏട്ടനോ ഇതുവരെ ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങൾ വാടക വീട്ടിലൊന്നും താമസിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്വന്തം ഓർമ്മ വെച്ച മുതൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ.
പിന്നെ ഞാൻ വാടക വീട്ടിൽ കുറച്ച് മാസങ്ങളൊക്കെ വർഷമൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് പണി സമയത്താണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ് വാടക വീട്ടിൽ ഇരുന്നാക്കണം. അല്ലാതെ ഒന്നും ഞങ്ങൾ വീട് ഇല്ലാത്ത കാരണം വാടക വീട്ടിൽ പോയിരുന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ മക്കൾ ജനിച്ച മുതൽ ഇപ്പം വരെ ഒരു വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റെ ഒരു സങ്കടം നല്ല സങ്കടം തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീട് ഇല്ലാത്ത കാരണം കൊണ്ട് അവർക്കൊക്കെ പഠിച്ച് കുറച്ച് വലുതാവുമ്പോഴത്തേനും ഒരു വീടൊക്കെ വെച്ച് സെറ്റ് ആവണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത്. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പറയാൻ പാകത്തൊരു വീട് വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതൊരു ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ, അല്ലാതെ വേറെ സങ്കടമൊന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നാലാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണ്യ ചാരു ചോദിച്ചിട്ടുള്ളതാണ്. അതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ കൂടെ 10 വരെ പഠിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. അവൾ ചോദിച്ചിരിക്കുന്നത് കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണെന്നാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ മിസ് ചെയ്യുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരുടെയും 10ൽ പഠിച്ച ഫ്രണ്ട്സ്, +2 പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പഠിപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ശരണ്യ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച അവൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരും. എൻ്റെ കിച്ചു ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, തുമ്പിക്കുട്ടി ജനിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ തുമ്പിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ വരും കേട്ടോ, ശരണ്യ എന്നാണ് പേര്, അവൾ വരാറുണ്ട്. അല്ലാത്ത ഫ്രണ്ട്സിനൊന്നും ഞാനങ്ങനെ കാണാറൊന്നുമില്ല. അതൊക്കെ ഭയങ്കര മിസ്സിങ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ കഴിഞ്ഞു പോയ കാലം എന്താ പറയുക, 10ാം ക്ലാസ് അതൊക്കെ തിരിച്ച് വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ വരില്ല എന്നറിയാം, എന്നാലും ആഗ്രഹിക്കണേന് പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് തന്നെ, അതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, അതൊക്കെ. പിന്നെ ചില സമയത്ത് ഞാൻ ബസ്സിലൊക്കെ ചിലപ്പോൾ പോണ സമയത്ത് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് ടീച്ചർമാരെ കാണാറുണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും എന്നെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചടുത്തും കൂടി ഞാനൊരു ടീച്ചറെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ സംസാരിച്ചിട്ടുമുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സങ്കടമാണ്, മിസ്സിങ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ തന്നെയാണ് കേട്ടോ ഞാൻ മിസ് ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ ചോദ്യം ഫെബ്ന ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കുട്ടിയാണോ താത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. ആ ഫെബ്ന ജാസ്മിൻ ആ വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലം, പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ ഈശ്വര അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിമോഹമാണെന്ന് പറയും. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയിട്ട് എനിക്ക് ആദ്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ വേറൊരു തരം മൈൻഡാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാനാണെങ്കിൽ ടൂറൊന്നും പോയിട്ടില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ. ആകെ ഞാൻ പോയിരിക്കണത് +2 കഴിയുമ്പോൾ ലാസ്റ്റത്തെ ക്ലാസ്സല്ലേ, അപ്പോഴാണ് ഞാൻ ടൂർ പോയിരിക്കുന്നത്, ആ ഒറ്റൊരു പ്രാവശ്യം. അല്ലാതെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ടേ ഇല്ല, ടൂറിന് പറയുമ്പോൾ പോയിട്ടില്ല. അപ്പോൾ +2 തന്നെ പോയത് കാല് പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. നമ്മുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ പോയത്. എല്ലാവരും പോകണ്ടല്ലോ, ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടില്ലല്ലോ, കഴിഞ്ഞില്ലേ ഞങ്ങളുടെ ആ ഒരു സമയം കഴിഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ടൂർ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ എവിടേക്കും പോയിട്ടില്ല ടൂറിനൊന്നും. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ ഇഷ്ടമാണ്. കാരണം ഒരു സ്ഥലം കണ്ടിട്ടില്ല. നമ്മുടെ ഈ ചുറ്റുവട്ടം മാത്രം നമ്മൾ താമസിക്കണ ആ ഒരു സ്ഥലം പരിസരം അല്ലാതെ വേറൊരു സ്ഥലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം എല്ലാ സ്ഥലങ്ങളിലേക്കും പോകണമെന്ന് ഭയങ്കര പൂതി തന്നെയായിരുന്നു. അപ്പോഴാണ് മറ്റേ ഒരു തമിഴ് സിനിമയാണ്, തോള എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ, കാർത്തിക സിനിമയാണ് കേട്ടോ ഇറങ്ങിയത്. ആ സിനിമ ഫുള്ളും പാരീസാണല്ലോ, യൂറോപ്പിലെ പാരീസ്. അപ്പോഴേക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് പാരീസ് പോകണം, പാരീസ് കാണണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു കേട്ടോ. ആഗ്രഹം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹം തന്നെയായിരുന്നു. നടക്കില്ല എന്നൊക്കെ അറിയാം, എന്നാലും നല്ല എന്നോട് ആരും ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ, പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം എന്നൊക്കെ ഞാൻ പറയും പാരീസാണെന്ന്. പോയിട്ടൊന്നുമില്ല, ഇങ്ങനെ സിനിമയിൽ കൂടെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ, പോയിട്ടില്ല. പോവാൻ ഒരിക്കലും പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറേ മോഹിച്ച് നടന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഓരോ സ്ഥലം കാണാൻ തുടങ്ങി തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഏട്ടനും കൂടി ഞങ്ങൾ പുറത്തു കൂടെ ഒക്കെ പോകട്ടോ, ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേ എൻ്റെ വീട്ടുകാരായിട്ടും എല്ലാവരായിട്ടും ഞങ്ങൾ പോകാൻ തുടങ്ങി. ഞങ്ങൾ മാത്രമല്ല, ഞാനും ഏട്ടനും മാത്രമല്ല,
ഞങ്ങൾ വീട്ടുകാരായാലും എന്തെങ്കിലും ഒരു ആഘോഷം വന്ന് ഓണോ വിഷു അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോകും. വെറുതെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും ശരി, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയി രസമല്ലേ, അങ്ങനെ പോകും. അങ്ങനെയാണ് പോകാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഒന്നും ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ എവിടേക്കും പോകാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ പോകും. പിന്നെ ഇപ്പോൾ ഓണത്തിന് അതിന് ഇവിടെ ടൂറൊക്കെ പോകും. അങ്ങനെ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വരുന്നുള്ളൂ, മുഴുവനായിട്ടില്ല. എന്നാലും പാരീസൊന്നും കാണൽ നടക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ കല്യാണം നമുക്കിപ്പോൾ എന്താ ഭയങ്കരമായിട്ട് നമ്മൾക്ക് നമ്മുടെ വീട് അതന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. എൻ്റെ സ്വന്തം വീട് കേട്ടോ. എപ്പോഴും അവിടേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത തന്നെ ഉണ്ടാവുള്ളൂ ഏതൊരു പെണ്ണിനായാലും. കല്യാണം കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഒന്ന് വെയ്യാതായി തോന്നി കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു തലവേദന എനിക്ക് ഉണ്ടാവുള്ളൂ, എന്നാലും ഒന്ന് വീട്ടിൽ പോവായിരുന്നു. ഞാൻ അങ്ങനെയാണ് പൊതുവേ. എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊക്കെ അറിയില്ല. അപ്പോൾ ഞാനങ്ങനെയാണ്. എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാലോ അല്ലെങ്കിൽ വെയ്യാൻ തോന്നിയാലോ ഏട്ടൻ ഞാൻ വീട്ടിൽ പോട്ടെ, ഒരു 2 ദിവസം നിന്നിട്ട് വരാം എന്ന് പറയും. ഇന്ന് ഞാൻ 2 ദിവസം ഒരാഴ്ച ഒന്നും നിൽക്കൊന്നുമില്ല. ഏട്ടൻ ഇങ്ങോട്ട് എന്നെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഏട്ടൻ്റെ പിന്നാലെ തന്നെ ഇങ്ങോട്ട് വരും. എന്നാലും എനിക്ക് എൻ്റെ വീട് ഇടയ്ക്കൊന്ന് കണ്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടം, അവിടേക്ക് പോകാൻ തന്നെ ഇഷ്ടം. അല്ലാതെ ഇപ്പോൾ അല്ലാത്ത സ്ഥലം ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നുണയെന്ന് വിചാരിക്കും. എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് എൻ്റെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് വിസ്മയ ശ്രീജിത്ത് കേട്ടോ. അതും എൻ്റെ കൂടെ പഠിച്ചു തന്നെയാണ്. 9ലും 10ലും എൻ്റെ കൂടെ പഠിച്ചാണ് കേട്ടോ വിസ്മയ ശ്രീജിത്ത് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവൾ ചോദിച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് കളക്ഷനാണ് കേട്ടോ. ഈശ്വര, ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കളക്ഷനൊന്നും ഇല്ല. ആകെ ഒരു 2 ലിപ്സ്റ്റിക്കേ ഉള്ളൂ. ഞാനതിന് അങ്ങനെ ഞാൻ മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നു പുറത്തേക്ക്. ഇപ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ആദ്യം എന്ന് പറയുമ്പോൾ വല്ല പ്രോഗ്രാമോ ഡാൻസോ പാട്ടോ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടല്ല, അതുപോലെ ഞാനും ഇടണമെന്ന് മാത്രം. അല്ലാതെ കളക്ഷനൊന്നും ഇല്ല എൻ്റെ അടുത്തിട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടില്ലേ, ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പറഞ്ഞു. ഇതുണ്ടോ ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കും. അതുപോലെ തന്നെ ഇതെൻ്റെ പഴയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഈ സംഭവം പഴയതാണ്. കണ്ടില്ലേ, എൻ്റെ തുമ്പിക്കുട്ടി കണ്ട ചുണ്ടത്ത് കൂടെ തേച്ചിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതും പിന്നെ അതുപോലെ തന്നെ ഈ 2 ലിപ്സ്റ്റിക്ക് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അല്ല കളക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ആളെന്നല്ല. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോഴും കൂടി ഈ ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ അത് അറിയണ പോലും ഇല്ലല്ലോ. അങ്ങനെയാണ്, അറിയാത്ത പോലെ ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. അതിനൊക്കെ വലിയൊരു ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ അങ്ങനെ ഓവറായിട്ടൊന്നും ഇടില്ല. ഈ 2 സംഭവം തന്നെ ഉള്ളൂ എൻ്റെ അടുത്ത്. കളക്ഷൻ എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് വിസ്മയ ശ്രീജിത്ത്. പുതിയ വീട് പണി ഉണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഡ്രീം ഹൗസ് എങ്ങനെ വേണമെന്ന ആഗ്രഹം. ഈശ്വര, അതൊക്കെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ ഒന്നും പോരാ, അത്രയും പറയാനുണ്ട് കേട്ടോ. പുതിയ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിനെ കുറിച്ചിട്ട് കുറച്ച് ഞങ്ങൾ തീരുമാനിച്ച് വരുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇനി എല്ലാം ഒന്നിനും തുടങ്ങണം. കാരണം സ്ഥലം മേടിക്കണം. ഫസ്റ്റ് സ്ഥലം മേടിക്കണം, എന്നിട്ട് അതിൽ വീട് വയ്ക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഒക്കെ ആയി വരുന്നേ ഉള്ളൂ, തുടങ്ങണേ ഉള്ളൂ. എല്ലാവരും ഞങ്ങൾ എന്തായാലും വീഡിയോ കൂടെ വഴിയെ അറിയിക്കാം കേട്ടോ. എന്ത് കാര്യങ്ങളിലും അറിയിക്കാം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിലൊക്കെ ഞങ്ങളിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. വീടിനും സ്ഥലത്തിനൊക്കെ വേണ്ടി എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് പാസ്സായിട്ടൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ വഴിയേ പറയാമെന്ന്. പാസ്സായിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടി ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നിങ്ങളടുത്ത് അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല. പിന്നെ ഡ്രീം ഹൗസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ വീഡിയോ വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഞാൻ എന്നും ഏട്ടൻ്റെ അടുത്ത് പറയും കേട്ടോ. ഏട്ടൻ പിന്നെ എല്ലാവർക്കും അറിയാം, ഒരു വീടിൻ്റെ എല്ലാവർക്കും ഏട്ടനറിയാം. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പറയും, ഏട്ടൻ നമുക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ റൂം വേണം, ഇങ്ങനത്തെ റൂം വേണം എന്നൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കാണും. അങ്ങനെ അവരൊന്ന് പറയും ഏട്ടനേക്ക്. അപ്പോൾ അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നടക്കില്ലെന്ന് എനിക്കറിയില്ല, എന്നാലും ആഗ്രഹിക്കുന്നുണ്ട്. നടക്കണമെങ്കിൽ നടക്കട്ടെ, പരമാവധി നടത്താൻ നോക്കണം.
അപ്പോൾ അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഡ്രീം ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ തികയില്ല കേട്ടോ. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെന്താ, പിന്നെ അടുത്ത ചോദ്യം ഐക്കോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് എന്താ ആരാന്ന് ഞാൻ പറയാം കേട്ടോ. ബ്രദർ ആൻഡ് സിസ്റ്റർ അഭിപ്രായം, ബ്രദറിനെ സിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, എൻ്റെ അഭിപ്രായം, പിന്നെ അവരുമായിട്ടുള്ള ഓൾഡ് മെമ്മറീസ് ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. ഇത് ചോദിച്ച വ്യക്തി എൻ്റെ സ്വന്തം അനിയത്തിയാണ്. ആ കൂതറയാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അവൾക്ക് അത് എൻ്റെ വായെന്ന് തന്നെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പറയട്ടോ, നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഓർമ്മ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും അടി കൂടാറുണ്ട്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അവൾക്ക് ഞാൻ പറഞ്ഞു കേൾക്കാൻ ഒരു ഇഷ്ടം തോന്നുന്നു. അവരുമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഭയങ്കര അഭിപ്രായം തന്നെയാണ്. വളരെ നല്ല അഭിപ്രായമാണ് കേട്ടോ. ഇതുപോലൊരു അനിയനെ എത്തിക്കും വേറെ എവിടെ ഉണ്ടാവില്ല. അത് ഭയങ്കര അഭിപ്രായമാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ ചെയ്യുന്നൊരു അടിപിടിയാണ് കേട്ടോ. ഞങ്ങൾ അടി കൂടാനായിട്ട് നേരം വിളിച്ചാകുമ്പോൾ നീക്കും. അങ്ങനെയാണ്. ഇപ്പോഴും അവർ രണ്ടുപേരും അടിക്കൊരു കുറവില്ല കേട്ടോ. ഇപ്പോഴും അടിപിടി തന്നെയാണ്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന കാരണമാണ് എൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞ് കിട്ടിയത് കേട്ടോ. അങ്ങനെ അടിപിടി കൂടാണ്ട് നല്ല രസമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ചില സമയത്ത് പ്രാന്തൊക്കെ പിടിക്കും കേട്ടോ. അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല എനിക്ക്. എന്താ അഭിപ്രായം പറയണം അവരെ കുറിച്ചിട്ട്? അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. എന്താ കുറച്ച് കൂതറത്തലുണ്ട്, അങ്ങനത്തെ കുറച്ച് അഭിപ്രായങ്ങളല്ലേ ഉള്ളൂ. ഞാൻ അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ക്ഷീണമായിരിക്കും. അത് കാരണം ഞാനത് പറയുന്നില്ല. ചിലപ്പോൾ അവൾ വന്നിട്ട് എന്നെ പഞ്ഞിക്കിടും. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതിന് മോശമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല കേട്ടോ. നല്ല അഭിപ്രായങ്ങൾ തന്നെ ഉള്ളൂ. എൻ്റെ അനിയനായതുകൊണ്ട് പൊക്കി പറയുന്നില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. പിന്നെ ഓൾഡ് മെമ്മറീസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ആകെ ഓർമ്മയുള്ള ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ മാത്രമായിട്ട് ഒരു മെമ്മറി ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മെമ്മറി ഫുള്ള് അടിപിടിയായിരുന്നു. അടി കൂടിക്കൊണ്ടിരിക്കുക. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഓൾഡ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിപ്പോൾ ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് Q&A എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഞാൻ ഏട്ടനുമായിട്ട് ചെയ്യണം എന്നാട്ടോ വിചാരിച്ചിട്ട്. ഏട്ടൻ വന്നിട്ട് ഏട്ടനും ഞാനും കൂടിയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ട്. പക്ഷേ ഏട്ടനൊന്നും ലീവും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വിഷുവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഏട്ടൻ ലീവ് എടുക്കണില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ചലഞ്ച് വീഡിയോ തന്നെ ചെയ്തത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് മാത്രം അറിയുള്ളൂ കേട്ടോ. എന്താ കുട്ടികൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് അവർ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അവരാകെ വണ്ടികൾ പോകണമെങ്കിൽ തലവേദന. അപ്പോൾ അവർ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ്റെ മേലിൽ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അത് കാരണം അന്ന് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരു 7 മണിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിച്ച എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-10:30 അവസാനിപ്പിച്ചത്. അത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താണ് നമുക്കിപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവർ സമ്മതിക്കണില്ല. അവരപ്പോഴത്തേക്കും രണ്ടാളും അടിപിടിയും കരച്ചിലും ബഹളമൊക്കെ ആയി ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി വീഡിയോ. എന്നിട്ട് അവരിനെ പോയിട്ട് ഉറക്കിയിട്ടാണ് ബാക്കി വീഡിയോ വന്നിട്ട് എടുത്തിട്ടത്. അപ്പോൾ അതാണ് ഏട്ടനായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും കമൻറ്റ് വേറെ അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇനി ഇതുപോലത്തെ ചലഞ്ച് വീഡിയോ ചെയ്യുക വെച്ചിട്ട്. അപ്പോൾ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ചലഞ്ച് വീഡിയോസൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചലഞ്ച് വീഡിയോ ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. എനിക്കറിയില്ല എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം ഇനി എന്തായാലും വേറെ ഒരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട് ചലഞ്ചിൻ്റെ. അപ്പോൾ അതായിട്ട് എന്തായാലും വരാം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും പേരെന്നെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.